നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. പ്രചരണം കൊഴുപ്പിക്കുവാൻ പല വഴികളാണ് ഇരു രാഷ്ട്രീയ പാർട്ടികളും തേടുന്നത്. ഇപ്പോഴിതാ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടി ശോഭനയാണ് തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കളത്തിലിറക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ വോട്ട് തേടി നടി കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ എത്തിയിരുന്നു. അതിനിടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് ശോഭന മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മലയാളം പഠിക്കാനും പ്രസംഗിക്കാനും പഠിക്കട്ടെ എന്ന് അവർ പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോൾ താൻ നടിയാണ് എന്നും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും ശോഭന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് ശോഭന തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്ന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ശോഭന എല്ലാവർക്കും പ്രചോദനം നൽകുന്ന താരമാണ് എന്നും രാജ്യത്ത് പുരോഗതി വേണമെന്നും മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. നടി ശോഭനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വിഷു കൈനീട്ടം നൽകുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രമുഖരെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിക്കാനാണ് BJPയുടെ നീക്കം. പ്രചാരണത്തിനായി ഇറക്കുന്നവരുടെ പട്ടികയിൽ മോഹൻലാൽ, ശോഭന, ബോളിവുഡ് താരങ്ങൾ, വിവിധ ഭാഷകളിലെ സംവിധായകർ എന്നിവരടക്കം ഉൾപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ശോഭന സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നത്. നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന സംബന്ധിച്ചത് ഈ വാർത്തകൾക്ക് അന്ന് ബലമേകുകയും ചെയ്തു. എന്നാൽ ശോഭനയ്ക്ക് പകരം രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തെത്തിയത്. അതേസമയം രാജീവ് മണ്ഡലത്തിലെത്തിയ ശേഷം വലിയ പ്രചാരണ തന്ത്രമാണ് ഒരുക്കിയത് എന്നും പ്രചാരണ രംഗത്ത് തരൂരിനെയും കടത്തിവെട്ടി മുന്നേറുകയാണ് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ. ഇടയ്ക്കൊന്ന് പ്രചാരണം മുറുകുകയും ചെയ്തിരുന്നു. പ്രസ്താവനകളുടെ പേരിൽ നിയമയുദ്ധം വരെ ഉണ്ടായി. തനിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന് കാണിച്ച് രാജീവ് തരൂരിന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. തരൂർ TV ചാനലിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചത്. തരൂരിൻ്റെ പ്രസ്താവന രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും തിരുവനന്തപുരത്തെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തെയും നേതാക്കളെയും അടക്കം അവഹേളിക്കാനാണ് എന്നും നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നും നോട്ടീസിൽ പറയുന്നു. ഇടവക വൈദികർ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾക്ക് പണം നൽകി വോട്ട് നേടാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുവെന്ന് തരൂർ പ്രചരിപ്പിച്ചിരുന്നുവെന്നും നോട്ടീസിലുണ്ട്. ഒരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാണ് തരൂരിൻ്റെ ശ്രമമെന്നാണ് BJP സ്ഥാനാർത്ഥി ആരോപിക്കുന്നത്. പരാമർശത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കളം നിറഞ്ഞാടുന്ന തരത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് കീഴടക്കിയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവിടെയും LDFനും UDFനും അടുത്തെത്താൻ കഴിയാത്ത വണ്ണം തിരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ചൂരും ഏറ്റുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ BJPയുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കോൺഗ്രസും CPMും വളരെ പിന്നാക്കം പോകുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ ദിവസം നടി ശോഭന അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് നരേന്ദ്രമോദി നടത്തുന്ന റോഡ് ഷോയിൽ ശോഭന അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല പൊതുസമ്മേളന വേദിയിലും ശോഭന ഉണ്ടാകും. അങ്ങനെ ശോഭന അടക്കമുള്ളവർ രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടെത്തുന്നത് BJPയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ്. ആദ്യം മലയാളം പഠിക്കാനും പ്രസംഗിക്കാനും പഠിച്ചതിന് ശേഷം അവർ നല്ലൊരു പ്രാസംഗികയായി BJPയുടെ തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ. അതിനുള്ള സാധ്യതകൾ നൂറുമേനിയാണ് എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ശോഭന അടക്കമുള്ള മലയാള, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമ നടന്മാരും നടിമാരും ഉൾപ്പെടെയുള്ളവർ ഒരു താരപ്രചാരണത്തിനെത്തുവാനുള്ള സാധ്യതയും തിരുവനന്തപുരത്തുണ്ട് എന്നുള്ള സൂചനകളാണ് ശോഭനയിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ശോഭന BJPയുടെ അംഗത്വം സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ BJPയിൽ ചേരുന്നത് ഉൾപ്പെടെയുള്ള കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക തന്നെ ചെയ്യും. അതിന് അനുബന്ധമായിട്ടാണ് നരേന്ദ്രമോദി എത്തുന്ന പരിപാടിയിലേക്ക് ഇപ്പോൾ ശോഭനയും എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ കൂട്ടത്തിൽ സിനിമാ മേഖല കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.